ഒരു ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്, കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. ടോട്ടൽ അങ്ങ് എൻഗേജായിട്ട് കൊണ്ടുപോകണം. ഒറ്റടുത്ത് ഒരു പോയിന്റിൽ പോലും ബോറടിക്കണം അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. അതെല്ലാം കണക്റ്റഡായിട്ട് ഓരോ സിനിമയുടെ ഓരോ രംഗങ്ങൾ ആ ഒരു ചൈനീസ് ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്ത് എടുത്തു പറയാനായിട്ട് ഇത് തന്നെയാണ് ഒരു വ്യത്യസ്തത. നമുക്ക് കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിലല്ലാതെ പുള്ളിയുടെ ഒരു ഫിൽമോഗ്രഫിയും ഒരു വിഷ്വൽ ലാംഗ്വേജും വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. പിള്ളേർ നല്ല പടം. പുള്ളിയുടെ കിഷാന്തിൻ്റെ സ്ഥിരം പടങ്ങൾ പോലെ തന്നെ പുള്ളിയുടെ മേക്കിംഗ് നൈസാണ്. നല്ല മൂവിയാണ് കേട്ടോ. എനിക്കിതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇതൊരു ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവി ആയിട്ടല്ലേ, അതിൻ്റെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ പടവീടനാണെങ്കിലും സിലേഷ്, ഷിൻസേട്ടൻ, എല്ലാവരുടെ ആക്ടിങ് നന്നായിട്ടുണ്ട്. ഒരു ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്, കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. എനിക്ക് നന്നായിട്ട് തോന്നി. വിഷ്ണു അഗസ്ത്യയുടെയൊക്കെ ആക്ടിങ് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. എല്ലാവരും കാണണം എന്ന് തോന്നിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല പടം ഇല്ല നല്ല സിനിമയാണ്. എന്തായാലും കാണുന്ന പടം. നല്ല ഡയറക്ഷനാണ്. കൃഷാന്തിൻ്റെ പടങ്ങൾ അറിയാമല്ലോ, അപ്പം അതുപോലെ തന്നെ നല്ല പടം. നന്നായിട്ടുണ്ട്. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ത്രില്ലറല്ല, പൊതുവേ കൃഷാന്തിൻ്റെ മൂവീസ് എങ്ങനെയാണോ അതുപോലെ തന്നെ പടം കൊള്ളാം. അല്ല, അത് മേക്കിംഗ് തന്നെയാണ്. കാണണം, അത് ഇങ്ങനത്തെ പടം വരണം, അത് എല്ലാവരും കാണണം. അഭിനയം നല്ലതായിരുന്നു, കാസ്റ്റും ഇതെല്ലാം നല്ലതായിരുന്നു. ഇല്ല, ആ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ബുക്കിൻ്റെ അഡാപ്റ്റേഷൻ തന്നെ എടുത്തിരിക്കുന്നതാണ്. അതിൽ എന്ത് കുറവാണ്, ഇത് ഇങ്ങനെ അറിഞ്ഞ ആരെങ്കിലും വരട്ടെ. അങ്ങനെ നല്ല പടമായിരുന്നു. നല്ല പടമാണ്. കൃഷ്ണാനന്ദൻ്റെ എന്തോ കഴിഞ്ഞ പടം തിയേറ്റർ വാച്ച് കിട്ടിയില്ല. അത് പുരുഷപ്രാതം തിയേറ്റർ വാച്ച് കിട്ടിയില്ല. പിന്നെ ഇത് ഉണ്ടായിരുന്നു, ആവാസ വ്യൂഹം തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഇത് മെയിൽ കോസ്റ്റ്യൂം ഇതേപോലെ തിയേറ്റർ OTT ആയിരുന്നു, സോണി ലൈവിലായിരുന്നു. അപ്പോൾ അന്ന് ആഗ്രഹിച്ചാണ് ഇതൊരു തിയേറ്റർ വാച്ച് കിട്ടണമെന്നുള്ള. പിന്നെ കൃഷ്ണാനന്ദൻ്റെ അടുത്ത പടം ലാലേട്ടനെ വെച്ചാണ്. അപ്പോൾ ആ ഒരു ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പടം. പക്ഷേ നല്ല പടമായിരുന്നു. ചിരിൽ മൂഡ് അത് ടാറ്റിക്കലായിട്ടൊക്കെ കുറച്ച് അങ്ങനെ ഓരോ ഒരു ചൈനീസ് റെഫറൻസൊക്കെ വെച്ച് അതിങ്ങനെ നല്ലൊരു പടമാണ്. തിയേറ്റർ ഓർത്ത് വാച്ചാണ് പടം. എന്തായിരുന്നാലും നല്ല അഭിപ്രായം വരും. ചേട്ടാ എല്ലാവരും മറ്റേ നമ്മുടെ നല്ല രീതിയിൽ തന്നെ എല്ലാം അഭിനയവും ആ പടം കിട്ടങ്ങ് ടോട്ടൽ അങ്ങ് എൻഗേജായിട്ട് കൊണ്ടുപോകണം. ഒറ്റടുത്ത് ഒരു പോയിന്റിൽ പോലും ബോറടിക്കണം അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. അതെല്ലാം കണക്റ്റഡായിട്ട് ഓരോ സിനിമയുടെ ഓരോ രംഗങ്ങൾ ആ ഒരു ചൈനീസ് ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ടാറ്റിക്കലായിട്ട് നീക്കങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ അതൊക്കെ അത് ഓരോരോ സീൻസ് ഓരോരോ കഥാപാത്രങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് ജിയോ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ് ആ പടം പോണത്. മൊത്തത്തിൽ പടം നല്ല പടമാണ് ബ്രോ. ആളുകൾ ഇനി അറിഞ്ഞ് വന്ന് കാണണം. നല്ല പടമാണ്. സംഘർഷഘടന നല്ല ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. അഭിനയം നന്നായിരുന്നു. എല്ലാ ക്യാരക്ടറും അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ട്, എല്ലാ ആക്ടേഴ്സിനും. മേക്കിങ് നല്ല രസമാണ്. പ്രത്യേകിച്ച് കൃഷാന്തിൻ്റെ ഒരു പടം എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പുള്ളിയുടെ തന്നെ വച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. എടുത്തു പറയാനായിട്ട് ഇത് തന്നെയാണ് ഒരു വ്യത്യസ്തത. നമുക്ക് കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിലല്ലാതെ പുള്ളിയുടെ ഒരു ഫിൽമോഗ്രഫിയും ഒരു വിഷ്വൽ ലാംഗ്വേജും വളരെ വ്യത്യസ്തമായിട്ട് തോന്നി.